ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നുള്ള ഒരു സംഭവം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് സിനിമയിൽ. കാസ്റ്റിംഗ് കൗച്ചും സിനിമയിലുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കണ്ടാ കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറും ഒരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ് അത് മനസ്സിലാക്കണം. അപ്പോ പക്ഷെ നമ്മളെ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്ത് കാര്യത്തിനും. അത് സിനിമയായാലും സിനിമയുടെ പുറത്തായാലും നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്, അല്ലേ? വേറെ ആരുമില്ല, വേറെ ആർക്കും അതിൽ കൈകടത്താനൊന്നും പറ്റത്തില്ല. അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. ഈ കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഹണി റോസിനെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, തീർച്ചയായിട്ടും. മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കാസ്റ്റിംഗ് കൗച്ച് ഒരു റിയാലിറ്റി ആണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ അതില്ലാതെ തന്നെ നമുക്ക് മലയാള സിനിമയെ പിടിച്ചിരിക്കാൻ പറ്റും. അതാണ് എന്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഈ സീറ്റിൽ ഞാനിപ്പോ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ധൈര്യമായിട്ട് എനിക്കത് പറയാം. ഇങ്ങനെ തന്നെ വേണം. ഒത്തിരി ആളുകളുണ്ട് നമ്മളെ വഴിതെറ്റിക്കാനും ഒത്തിരി മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. ഇതൊരു കുരുക്കാണ്, വളരെ സൂക്ഷിച്ചു വേണം തയ്ച്ചെടുക്കാൻ, അല്ലെങ്കിൽ കൊടുക്കാവും. ഇതൊന്നും വലിയ സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ പഠിക്കാൻ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി നോക്കും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്.